Dear students, our next topic is properties of colloids. Properties of colloids include colligative property, Tindel effect, color, Brownian movement, charge on colloidal particles, electrophoresis, coagulation. First one is colligative property. In colloids, the number of particles are very small compared to that of true solution. So, the values of colligative properties such as relative lowering of vapor pressure, elevation of boiling point, depression of freezing point and osmotic pressure are small compared to that of true solutions. നമുക്കറിയാം ട്രൂ സൊല്യൂഷനും കൊളോയിഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊളോയിഡ്സിൽ കുറവായിരിക്കും. കാരണം എന്താ, കൊളോയിഡ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജർ സൈസാണ്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് കൊളോയിഡ്സ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ട്രൂ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അങ്ങനെ ട്രൂ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും, സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും കുറവായിരിക്കും. അപ്പോൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മുടെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നു. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ, അതെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എല്ലാം തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ കൊളോയിഡൽ സൊല്യൂഷൻ്റെ കേസിൽ അല്ലെങ്കിൽ കൊളോയിഡ്സിൻ്റെ കേസിൽ ആ വാല്യൂസ് നമുക്ക് ട്രൂ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്മോളർ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ടിൻഡൽ ഇഫക്റ്റ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. When a strong beam of light is passed through a colloidal solution, the path of the light beam becomes visible in the solution. This is due to scattering of light by the colloidal particles. This phenomenon is known as Tindel effect. അപ്പോൾ ഒരു സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി പാസ് ചെയ്താൽ we can see the path of light beam through that solution. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അവിടെ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റിൻ്റെ സ്കാറ്ററിങ് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇഫക്റ്റിനെ പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. This effect was first observed by Faraday and later studied in detail by Tindel, and it is termed as Tindel effect. Then the bright cone of the light is called Tindel cone. നമ്മൾ ആ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഫോം ചെയ്യുന്ന ആ ലൈറ്റ് ഫോം ചെയ്യുന്ന ആ കോൺ. അപ്പോൾ ആ ഒരു കോണിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ കോൺ. The Tindel effect is due to the fact that colloidal particles scatter light in all directions in space. This scattering of light illuminates the path of beam in the colloidal dispersion. Then there are two main conditions. If the Tindel effect is observed only when the following two conditions are satisfied. These conditions are: first condition, the diameter of the dispersed particle is much larger than the wavelength of the light used. Then second one is the refractive indices of the dispersed phase and dispersion medium differ greatly in magnitude. അപ്പോൾ അത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡീസസിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെയും ആ റിഫ്രാക്റ്റീവ് ഇൻഡീസസിൻ്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ടിൻഡൽ ഇഫക്റ്റ് അവിടെ പോസിബിൾ ആവുകയുള്ളൂ.
Then Tindel effect is used to distinguish a colloidal solution from a true solution. അതെങ്ങനെയായിരിക്കും? ട്രൂ സൊല്യൂഷൻ ഈ ടിൻഡൽ ഇഫക്റ്റ് തരില്ല. അതാണ്. അപ്പോൾ നമുക്കതിൽ നിന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ ട്രൂ സൊല്യൂഷനാണോ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷനാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അൾട്രാ മൈക്രോസ്കോപ്പാണ് നമ്മൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ടിൻഡൽ ഇഫക്റ്റിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അൾട്രാ മൈക്രോസ്കോപ്പ്. Ultra microscope used to see the colloidal particles works on the principle of Tindel effect. Okay. Next property is color. Color of the colloidal solution depends on the wavelength of light scattered by the dispersed particle, the size and nature of particles. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതിലൊന്നാമത്തത് ആ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൽ തട്ടിയാണ് ആ ലൈറ്റിൻ്റെ സ്കാറ്ററിങ് നടക്കുക. അപ്പോൾ ആ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈസ് ആൻഡ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ആ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളർ. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒബ്സർവർ റിസീവ് ചെയ്യുന്ന ആ ഒരു ലൈറ്റ് ഏത് ലൈറ്റാണ് എന്നുള്ളതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് ആ കളർ ഇരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ നമ്മൾ നോക്കിയാൽ that appears blue when viewed by the reflected light and red when viewed by the transmitted light. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണോ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണോ എന്നുള്ളതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് കളർ ഓഫ് ദാറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ തീരുമാനിക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അതൊന്ന് ഓർത്തിരുന്നേക്കുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻ കൊളോയിഡ്സ് the particles of dispersion medium are in a state of continuous zigzag motion. This motion was first observed by Robert Brown and it is known as Brownian movement. അപ്പോൾ ആ ഡിസ്പെർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിക്സാക് മൂവ്മെൻറ്റ്, സിക്സാക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ആ ഒരു മീനിങ്ങാണ് സിക്സാക് മോഷൻ. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതായിരിക്കും സിക്സാക് മൂവ്മെൻറ്റ്, നമ്മൾ നേരത്തെ പല സ്ഥലത്തും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സിക്സാക് മോഷനിലായിരിക്കും പാർട്ടിക്കിൾസ്. അപ്പോൾ അങ്ങനെ ആ സിക്സാക് മോഷനിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ആ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ആ പേര് വരാനുള്ള കാരണം റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. Then it is independent of the nature of the colloidal particles but depend on the size of the particle and viscosity of the solution. ഇപ്പം കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേസമയം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? സൈസ് ഓഫ് ദി പാർട്ടിക്കിളിനെയും വിസ്കോസിറ്റി ഓഫ് ദി സൊല്യൂഷനെയുമാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, സ്മോളർ ദ സൈസ് ആൻഡ് ലെസർ ദ വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം ഫാസ്റ്റർ ഈസ് ദി മോഷൻ. ആ മൂവ്മെൻറ്റ് ഫാസ്റ്റർ ആയിരിക്കും എങ്ങനെയാണെങ്കിൽ സൈസ് സ്മോളർ ആണെങ്കിൽ, പാർട്ടിക്കിൾസിൻ്റെ സൈസ് സ്മോളർ ആണെങ്കിലും അതുപോലെ തന്നെ വിസ്കോസിറ്റി ആ മീഡിയത്തിൻ്റെ വിസ്കോസിറ്റി കുറവാണ് എങ്കിലും. അപ്പോൾ ആ രണ്ട് കേസിൽ ബ്രൗണിയൻ മൂവ്മെൻറ്റ് അത് ഫാസ്റ്റർ ആയിരിക്കും. Then Brownian movement is due to the unbalanced bombardment of particles of the dispersed phase by the particles of dispersion medium. It is responsible for the stability of colloids. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ് എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് ഓർത്തിരുന്നേക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇലക്ട്രോഫോറസിസ്. Electrophoresis is an example for electrical property. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ ഇലക്ട്രോഫോറസിസ് ആണ് എഴുതുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ് എഴുതുക. പിന്നെ ആ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോവുക. അപ്പോൾ ഇവിടെ
ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റും കൂടിയാണ് ഈ ഇലക്ട്രോഫോറസിസ് എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ ആ ഫിഗറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആ ഡയഗ്രത്തിൽ കാണാനായിട്ട് സാധിക്കും. When electric potential is applied across two platinum electrodes dipping in a colloidal solution, the colloidal particles move towards one or the other electrode. ഇപ്പോൾ നമുക്കറിയാം കാഥോഡും ഉണ്ട് ആനോഡും ഉണ്ട്. അപ്പോൾ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് കൊളോയിഡൽ സൊല്യൂഷൻ്റെ അകത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ പോസിബിൾ ആകും. അപ്പോൾ the movement of colloidal particles under an applied electric potential is called electrophoresis. ആ ഒരു പ്രോസസ്സിന് ആ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് നമ്മൾ അപ്ലൈഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ പ്രസൻസിൽ ആ മൂവ്മെൻറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാഥോഡിലേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആനോഡിലേക്കുമായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഇനി ഈ ഇലക്ട്രോഫോറസിസിൽ ആ മൂവ്മെൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ പ്രിവെൻറ്റ് ചെയ്യപ്പെട്ടാൽ ആ ഡിസ്പെർഷൻ മീഡിയം മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇലക്ട്രിക് ഫീൽഡിന് ആനുപാതികമായിട്ട് അതിൻ്റെ ആ മൂവ്മെൻറ്റ് നടക്കും, ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ ആ ഒരു ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പഠിക്കുക. ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് പഠിക്കണം, അതുപോലെ തന്നെ ഇലക്ട്രോ ഓസ്മോസിസ് എന്താണെന്ന് പഠിക്കുക. അപ്പോൾ ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇലക്ട്രോഫോറസിസിൽ അത് നടക്കുമ്പോൾ ആ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അപ്പോൾ ആ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഏതെങ്കിലും കാരണവശാൽ പ്രിവെൻറ്റ് ചെയ്യപ്പെട്ടാൽ ഇവിടെ ആ ഡിസ്പെർഷൻ മീഡിയം മൂവ് ചെയ്യും. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് ആനുപാതികമായിട്ട് ആ ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ ഓസ്മോസിസ്, ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് പറയുക. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, thank you.